മൂന്നാറിലേക്കുള്ള യാത്രയിൽ മൂന്നാറിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാർ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് അവിടെ രാവിലെ തന്നെ ചെന്ന് ഫ്രഷായി ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്, ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് മൂന്നാർ എത്തണം. അവിടെ നിന്ന് നേരെ നമ്മൾ മറയൂർ, അത് കഴിഞ്ഞ് കാന്തല്ലൂർ ഒക്കെയാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസം കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ പോകുന്ന വഴി ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ, കാന്തല്ലൂർ, വട്ടവട എന്നീ സ്ഥലങ്ങളാണ് ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനും ജെറീഷ്, വണ്ടി ഓടിക്കുന്ന ഒരു കൂട്ടുകാരൻ, പുറകിലിരിക്കുന്നവൻ ജോസ്, ഇടുക്കിക്കാരനും എറണാകുളംകാരനും തൃശ്ശൂർക്കാരൻ. ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ ട്രിപ്പ് പോകുന്നത്. ഒരുപാട് നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു ട്രിപ്പ്. അപ്പോൾ പല സ്ഥലങ്ങളും വന്നു. കൂട്ടത്തിൽ ഒരുത്തൻ മൂന്നാർ ഇതുവരെ പോയിട്ടില്ല, ഡ്രൈവറായ ജെറീഷ്. അപ്പോൾ മൂന്നാർ കവർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൂന്നാറിലെ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയ സമയമെടുത്ത ഒരുപാട് സമയമെടുക്കും. കാരണം വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറേ നടക്കണം. ഏകദേശം 1 കിലോമീറ്റർ നടന്നാൽ മതി. പക്ഷെ അത് വളരെ മോശം വഴിയാണ്, ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു വഴിയാണ്. കുറേ കാടും കുന്നും കുറേ കല്ലുകളൊക്കെ ഉണ്ട്. തിരിച്ച് കയറുമ്പോഴാണ് നമ്മൾ അവശതയായി പോകുന്നത്. പക്ഷെ തോർത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടത്തിൽ കുളിക്കുന്നവരുടെ കൂടെ ഞങ്ങൾക്കും കുളിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായിരുന്നില്ല. അത് അവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും മൂന്നാറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ വരെ ഏകദേശം 50 കിലോമീറ്ററിന് മുകളിലുണ്ട്. മൂന്നാറിൽ നിന്ന് മറയൂർ പോയി, മറയൂരിൽ നിന്ന് കാന്തല്ലൂർ. മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ ഇറങ്ങി സമയം കളഞ്ഞില്ല. കാരണം ഞങ്ങൾ രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടതാണ്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, അർദ്ധരാത്രി ഒരു 2 മണിയായപ്പോൾ കാറിൻ്റെ ഒരു പഞ്ചറുണ്ടായ കാരണം അതൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴേക്കും 4 മണിയായി. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ്. പിറ്റേ ദിവസത്തെ യാത്രയാണ്. മാട്ടുപ്പെട്ടി ഡാമിലെ ഒരു ബോട്ടിംഗ് ആണിത്. ബോട്ടിംഗ് എന്നല്ല ഇതിന് പറയുന്നത്, വേറെ എന്തോ ഒരു പേരാണ്, പെട്ടെന്ന് അത് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും ഒരു വഞ്ചി പോലെയുള്ള അതിലെടുത്തു. 2 തുഴയും ഉണ്ടായിരുന്നു. പിന്നെ ജെറീഷ് ഒറ്റയ്ക്ക് വേറൊരു വഞ്ചിയും കൂടി എടുത്തു. നല്ല രസമായിരുന്നു. ഏറ്റവും ആസ്വദിച്ചത് ഈ ഒരു സമയം തന്നെയായിരുന്നു. നല്ല ചെറിയ ഒരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. 1 മണിക്കൂറോളം ഞങ്ങൾ ഈ മാട്ടുപ്പെട്ടി ഡാമിൽ കവർ ചെയ്തു. നല്ല രീതിയിൽ തുഴഞ്ഞു. കുറേ ആളുകളുണ്ടായിരുന്നു. പെഡൽ ബോട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ തുഴയുന്ന ഈ ടൈപ്പ് ബോട്ടും ഉണ്ടായിരുന്നു. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതിശക്തമായ മഴയല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്മുടെ മേത്തൊക്കെ മഴവെള്ളം വീഴുന്നുണ്ട്. പക്ഷെ പാട്ടൊക്കെ പാടി ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ വളരെ ഒരു രസമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓർക്കുമ്പോഴായാലും അത് ഒരു രസമായിട്ട് തോന്നുന്നു. തുഴയുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ നമ്മൾ പറയുന്നതാണ്. അതിൻ്റെ തുഴ എങ്ങനെ പിടിക്കണം, എങ്ങനെ തിരിക്കണം, വഞ്ചി തിരിക്കണമെങ്കിൽ എവിടെ എങ്ങനെയൊക്കെ നമ്മൾ തുഴയണമെന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടാണ് അവൻ ചോദിച്ചത്. അപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ കാണുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു. അതുതന്നെ നല്ല തണുപ്പ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ അതിനും നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പത്ത് നല്ല മഴ കൊണ്ട് തുഴയുമ്പോൾ അത് വേറൊരു ഫീലിംഗാണ്. പിന്നെ ഞങ്ങൾ കാർ ഓടിക്കുമ്പോഴൊക്കെ മിക്ക സ്ഥലങ്ങളിലും നിർത്തി ചായ കുടിച്ചിട്ടാണ് പോരുന്നത്. മസാല ചായ,
ഇങ്ങനെ അവിടുത്തെ വെറൈറ്റി പല പല ചായകളുണ്ട്, അതെല്ലാം കുടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ക്ഷീണം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഫുഡ് കഴിച്ചു. ഫുഡും ഈ യാത്രയിൽ തന്നെയായിരുന്നു ഈ ടൂറിലുള്ളത്. അല്ലാതെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാത്ത കാഴ്ചകളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഓൾറെഡി മൂന്നാർ പോയിട്ടുള്ളതാണ്. മറയൂർ പോയിട്ടുണ്ട്. വട്ടവട പോയിട്ടില്ലായിരുന്നു. പക്ഷെ വട്ടവട ആയാലും ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. മൂന്നാറിലെ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം മൂന്നാറിൽ നിന്ന് മറയൂരിൽ നിന്ന് പിന്നെയും കുറേ പോകണം. അത് ഏകദേശം ഒരു തമിഴ്നാടിൻ്റെ ഒരു ബോർഡറാണ്. തമിഴ്നാട്ടിലേക്ക് പിന്നീട് ഒരു 60 കിലോമീറ്ററോളം ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പൈമരങ്ങളാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. റോഡിൻ്റെ 2 സൈഡിലും ഇതുപോലെ മരങ്ങൾ. ഇത് കാഴ്ചയ്ക്ക് വളരെ ഒരു മനോഹാരിത ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ പോകുന്നത് വട്ടവടയ്ക്കാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തരുതെന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നു. ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു 10 കിലോമീറ്ററോളം നമ്മൾ വാഹനങ്ങൾ നിർത്തരുത്, വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളവിടെ വാഹനം നിർത്താനൊന്നും പോയില്ല. പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ ഡോറൊക്കെ തുറന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ട്. പിന്നെ ഓൾറെഡി വണ്ടിയിലും നല്ല തണുപ്പാണ്, AC ഇട്ടാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും പോകുന്നത്. അപ്പോൾ നമുക്ക് പുറത്തെ തണുപ്പിനേക്കാൾ കുറവായിരുന്നു ഉള്ളിൽ. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു എക്കോ പോയിൻറ്റിലേക്ക് ഞങ്ങൾ പോയതാണ്. പക്ഷേ ഞങ്ങൾ വഴി തെറ്റി വേറൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ അവിടെ 2-3 അവിടെയുള്ള ആളുകൾ ആ പുഴയിൽ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ അങ്ങനെ നടന്നു. പക്ഷേ ഈ നടത്തത്തിൽ ഞങ്ങൾക്ക് പണി കിട്ടി. ഞങ്ങളൊക്കെ 2 പേരുടെയും കാലിൽ ഒരുപാട് അട്ടകൾ കയറി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് കയറി പോന്ന് കുറേ നേരം എടുത്തു അട്ടകളെ തുരത്താൻ. ഉപ്പോ തീയോ ഒന്നുമില്ലാതെ തന്നെ ഞങ്ങളൊരു കമ്പെടുത്ത് കുത്തി കളഞ്ഞു. ഈ ഒരു പുഴയാണ്. ഇവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ചൂണ്ടയിടാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ കയറിപ്പോയി എക്കോ പോയിൻറ്റിൻ്റെ അവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയുള്ളൂ. അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സമയവും വൈകിയത് കൊണ്ട് ഞങ്ങൾക്ക് മൂന്നാർ നേരത്തെ എത്തണമായിരുന്നു. കാരണം വളരെയധികം കോടയാണ്. കണ്ടില്ലേ, കോട ഇറങ്ങി. അതിശക്തമായ കോടമഞ്ഞായിരുന്നു, നല്ല തണുപ്പും. അതുകൊണ്ട് മൂന്നാർ ടു കോതമംഗലം, കോതമംഗലം ടു ചാലക്കുടി, ഇത്രയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷേ ഈ ഒരു വിഷ്വൽസ് വളരെയധികം ഭംഗിയായിരുന്നു. പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഭയങ്കര സഹിക്കാൻ കഴിയാത്തത്ര തണുപ്പായിരുന്നു. അത് തന്നെയല്ല, ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നത് അത്ര വ്യക്തമായിട്ട് ചിലപ്പോഴൊന്നും കാണാൻ സാധിക്കുന്നില്ലെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നവർക്കാണല്ലോ ബുദ്ധിമുട്ട്. പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴും നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വളരെ ആസ്വദിച്ചാണ് ഈ യാത്ര അവസാനിപ്പിച്ചത്. ഈ യാത്രയിൽ ആസ്വാദികരമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ, യാത്രകളും തണുപ്പും ചുമ്മാ അടിച്ചു പൊളിച്ചൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ യാത്ര നല്ല മനോഹര രീതിയിൽ തന്നെ അവസാനിപ്പിക്കാം. മറിച്ച് എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. കാരണം ഇപ്പോൾ വട്ടവടയിൽ ഫ്രൂട്ട്സിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം ചില ഇനം ഫ്രൂട്ട്സുകൾ അവർ നിലനിർത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് സ്ട്രോബെറിയുടെ വൈനും ജാമും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് നവംബറിലാണ് സീസൺ, ആ സമയത്ത് വന്നാൽ മാക്സിമം ഡിസ്കൗണ്ട് തരാം, നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി വരിക, നല്ല ഡിസ്കൗണ്ട് തരാം. അപ്പോൾ വട്ടവടയ്ക്ക് പോകാൻ ഫ്രൂട്ട്സൊക്കെ കാണാൻ താല്പര്യമുള്ളത് മാക്സിമം നവംബറിലൊക്കെ പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും
മൂന്നാറൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമായിട്ട് പോയി തിരിച്ചു വരാം. ഓക്കെ ബൈ, താങ്ക് യു.